നമസ്തേ. സനാതനധർമ്മമാർഗത്തിലെ ഹിന്ദുധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ഞായറാഴ്ചയും നടത്തി വരാറുള്ള കഥാർണവം, കഥയുള്ള കഥകൾ, അതിൻ്റെ 4ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ ലക്ഷ്യബോധം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണ് ഇന്നത്തേത്. നമുക്കറിയാം, അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടുപിടിച്ചത് കൊളംബസ് ആണ് എന്ന്. എത്രമാത്രം ലക്ഷ്യബോധത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹം ഈ ഭൂഖണ്ഡം കണ്ടുപിടിച്ചത് എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണ് ഇന്നത്തേത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യബോധമാണ് ഈ കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. സ്പെയിനിൽ നിന്നും കൊളംബസ് എന്ന നാവികൻ യാത്ര പുറപ്പെട്ടു. ലക്ഷ്യം കണ്ടെത്തി വിജയിക്കുവാൻ എത്ര കഠിനമായ എതിർ സാഹചര്യങ്ങളെയും നേരിടുവാൻ തക്ക മനക്കരുത്തുള്ള ഒരാളായിരുന്നു കൊളംബസ്. 19 നാവികരെയും കൂട്ടി ഒരു ചെറിയ പായ്ക്കപ്പലിൽ കയറി അദ്ദേഹം പസഫിക് സമുദ്രത്തിലൂടെ യാത്ര ആരംഭിച്ചു. ചുറ്റുപാടും കടലല്ലാതെ മറ്റൊന്നും കാണാനാവാത്ത നിലയിൽ അവരുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ 24 ദിവസങ്ങൾ കടന്നുപോയി. കണ്ണെത്താവുന്നത്ര ദൂരം നോക്കിയിട്ട് അവർക്ക് ഒരു കര കാണുവാൻ സാധിച്ചില്ല. കപ്പലിലുള്ളവർക്ക് ഭക്ഷണവും ശുദ്ധജലവും നൽകുവാൻ ചുമതലയുള്ള ഒരാളുണ്ടായിരുന്നു. റൊണാൾഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഭക്ഷണവും പാനീയങ്ങളും അവയുണ്ടാക്കുക മാത്രമല്ല, മനുഷ്യ ജീവിതം കൂടിയായിരുന്നു എന്ന് റൊണാൾഡിന് മനസ്സിലായി. ഇതിനാൽ റൊണാൾഡ് കാര്യങ്ങൾ കുറെ കൂടി ഗൗരവമായി എടുത്തു. ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളും ശുദ്ധജലവും കപ്പലിലുള്ള 20 ആളുകൾക്ക് അടുത്ത 24 ദിവസത്തേക്ക് മാത്രമേ മതിയാവുകയുള്ളായിരുന്നു. ഈ യാഥാർത്ഥ്യം ഒരു കണക്കെടുപ്പിലൂടെ അദ്ദേഹത്തിന് ബോധ്യമായി. ഉടൻ തന്നെ കപ്പൽ തിരികെ വിട്ടാൽ പോലും മഴയും കാറ്റും ഒന്നും തടസ്സമുണ്ടാക്കിയില്ലെങ്കിൽ ജീവനോടെ സ്പെയിനിൽ തിരികെ എത്താൻ ഇനി 24 ദിവസങ്ങൾ വേണം. അതല്ലാതെ കര കാണാൻ പറ്റാത്ത അവസ്ഥയിൽ വീണ്ടും യാത്ര തുടർന്നാൽ കപ്പലിലുള്ളവരെല്ലാം കപ്പലിൽ വെച്ച് തന്നെ ജീവൻ വെടിയേണ്ടി വരും. ഈ സ്ഥിതിവിശേഷത്തെപ്പറ്റി തൻ്റെ സമീപം വന്ന ചില നാവികരോട് അദ്ദേഹം സൂചന നൽകി. തുടർച്ചയായ കടൽ യാത്ര മൂലം ഇതിനോടകം അവശരായ ചിലരും മറ്റു ചില നാവികരും സ്വന്തം ജീവൻ, ബന്ധുമിത്രാദികൾ, വീട്ടുകാർ മുതലായവരോട് കൂടുതൽ അടുപ്പമുള്ള വികാരഭരിതരായ ചിലരും അദ്ദേഹത്തിൻ്റെ ആശയത്തോട് യോജിച്ചു. അപ്പം അങ്ങനെ കപ്പലിൽ കൊളംബസ് ഒഴികെ 19 പേരും ഒരേ മനസ്സായി തീരുമാനമെടുത്തുകൊണ്ട് കപ്പൽ മടക്കിവിടാൻ നിശ്ചയിച്ചു. കപ്പലിൻ്റെ മേൽത്തട്ടിൽ നിന്നുകൊണ്ട് ദൂരത്തേക്ക് കണ്ണുകൾ പായിച്ചിരുന്ന കൊളംബസിനോട് തങ്ങളുടെ ഈ തീരുമാനം അറിയിക്കാൻ എല്ലാവരും വന്നു ചേർന്നു. കാര്യകാരണങ്ങളെല്ലാം അവർ കൊളംബസിനോട് വിവരിച്ചു. യാത്ര തുടരാതെ കപ്പൽ സ്പെയിനിലേക്ക് തിരിച്ചുവിടാൻ കൊളംബസിൻ്റെ ഉത്തരവ് കാത്തുകൊണ്ട് അവർ അവിടെ തന്നെ നിലയുറപ്പിച്ചു. ഭക്ഷണവും ശുദ്ധജലവും ജീവിതത്തിലെ ഏറ്റവും മഹോന്നത നിലയിലേക്കുള്ള പാതയിൽ തടസ്സം സൃഷ്ടിക്കുന്നുവോ, പുതിയ ലോകം കണ്ടുപിടിക്കാനുള്ള ഈ യാത്രയുടെ ലക്ഷ്യം തന്നെ മാറ്റുന്നുവോ, ഇത് കൊളംബസിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായി. ചഞ്ചലമനസ്കരായ നാവികരെ കണ്ട് കൊളംബസ് പരിതപിച്ചു. എന്ത് കാരണവശാലും പിന്തിരിയുന്ന പ്രശ്നമില്ല, കപ്പൽ മുന്നോട്ട് തന്നെ പോകട്ടെ, വരുന്നത് വരട്ടെ എന്ന് അദ്ദേഹം അവർക്ക് ഉത്തരവ് നൽകി. എന്നാൽ ചില മിനിറ്റുകൾ കഴിഞ്ഞതും തൻ്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് കപ്പൽ ദിശ മാറ്റി സ്പെയിനിലേക്ക് മടങ്ങുന്നത് കണ്ട കൊളംബസ് കോപം കൊണ്ട് അടിമുടി വിറച്ചു. തൻ്റെ ലക്ഷ്യവും കടമയും നിറവേറ്റാൻ മറ്റു നടപടികൾ എടുക്കുന്നതിന് മുൻപായി മറ്റു നാവികർ ഓടി അടുത്തു വന്ന് അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി കപ്പലിൽ കെട്ടിയിട്ടുന്നു താല്പര്യം. അങ്ങനെ പായ്മരത്തോട് ചേർത്ത് വെച്ചവർ കയറുകൊണ്ട് കൊളംബസിനെ വരിഞ്ഞു കെട്ടി. അടുത്ത നടപടിയായി റൊണാൾഡ് കപ്പലിൻ്റെ സാരഥ്യം ഏറ്റെടുത്തു.
ദിശ മാറിയ കപ്പൽ സ്പെയിൻ രാജ്യത്തെ ലക്ഷ്യമാക്കി നീങ്ങാൻ ആരംഭിച്ചു. കപ്പൽ കൊളംബസിൽ നിന്നും തട്ടിയെടുത്തുനിന്ന് ചുരുക്കം. സ്നേഹിതർ തന്നെ ശത്രുക്കളായി മാറി. കെട്ടിയിടപ്പെട്ട നിലയിലും പുതിയ ലോകം കണ്ടെത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. തളർന്നു പോയില്ല. അദ്ദേഹം ചിന്തയിലാണ്ടു. അങ്ങനെ അദ്ദേഹം ആ ചിന്തയിൽ നിന്ന് പുതിയൊരു ആശയം അദ്ദേഹത്തിന് രൂപം കൊണ്ടു. ഉടനെ അദ്ദേഹം റൊണാൾഡിനെ തൻ്റെ സമീപം വിളിച്ച് ഒരു ചെറിയ കണക്ക് പറഞ്ഞു കൊടുത്തു. കപ്പലിലുള്ള ഭക്ഷണ സാമഗ്രികളും ശുദ്ധജലവും എത്ര പേർക്ക് എത്ര ദിവസത്തേക്ക് മതിയാകും എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചു. 20 പേർക്ക് 24 ദിവസത്തേക്ക് തികയുള്ളൂ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ശരി, ആ 20 പേരിൽ ഒരാൾ ഞാനാണല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക. ഒരുപക്ഷെ ഞാനൊരാൾ ഭക്ഷിക്കാതെയും ജലപാനം ചെയ്യാതെയും ഇരുന്നാൽ എൻ്റെ 24 ദിവസത്തെ ഭക്ഷണവും ബാക്കി വരുന്നത് മറ്റ് 19 പേർക്കും ഒരു ദിവസത്തേക്കുള്ള ആഹാരത്തിന് തികയും. ഈ ഒരു കണക്ക് കൊളംബസിന് ബോധ്യപ്പെട്ടു, റൊണാൾഡിന് ബോധ്യപ്പെട്ടു. പക്ഷെ ആ വിധം ഒരു കണക്ക് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്തെന്ന് മാത്രം അദ്ദേഹത്തിന് മനസ്സിലായില്ല. അങ്ങനെ കൊളംബസ് തികച്ചും വികാരരഹിതനായിട്ട് സംസാരിച്ചു. കപ്പൽ മുൻപോട്ട് പോയ ദിശയിൽ തന്നെ പോകട്ടെ, അതായത് മുൻപ് പോയ ദിശയിൽ തന്നെ പോകട്ടെ. ഒരു ദിവസം കൂടി നയിക്കുക. ഈ ഒരു ദിവസത്തിനിടയിൽ നാം കര കണ്ടില്ലെങ്കിൽ എന്നെ കടലിൽ എറിഞ്ഞു കളയണം. അതുകൊണ്ട് മിച്ചം വരുന്ന ഭക്ഷണവും പാനീയവും നിങ്ങൾക്ക് മടങ്ങി നാട്ടിലെത്താൻ മതിയാകും. ഇങ്ങനെയൊരു അഭിപ്രായം കൊളംബസ് പറഞ്ഞു. ഈ ഒരു അഭിപ്രായം കേട്ടപ്പോൾ മറ്റു നാവികർക്ക് ആ കണക്ക് ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല, തങ്ങളുടെ കടമകളെപ്പറ്റി ഓർമ്മ വന്നു. അപ്പം അത്രയും അതിയായ ലക്ഷ്യബോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹത്തിന് മറ്റ് നാവികരോട് പറയാൻ സാധിച്ചത്. അതായത് തന്നെ ഒരു ദിവസം കൂടി മുമ്പോട്ട് പോകാം, മുമ്പോട്ട് പോകുമ്പോൾ കര കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കടലിൽ എറിഞ്ഞേക്കൂ, ബാക്കിയുള്ള ഭക്ഷണം കൊണ്ട് 24 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കര കാണുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ കൊളംബസിനെ കെട്ടിയിട്ടിരുന്ന കയർ അഴിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം കപ്പൽ ആദ്യം നീങ്ങിയിരുന്ന ദിശയിൽ തന്നെ നീങ്ങി. 20 മണിക്കൂർ കൂടി കഴിഞ്ഞുപോയി. പെട്ടെന്ന് കപ്പൽ കര കണ്ടു. അന്നാണ് ഒരു പുതിയ ലോകം എന്ന് വിളിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡം കൊളംബസ് കണ്ടുപിടിച്ചത്. ഈ മഹത്തായ വിജയത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യമാണ് മേൽ വിവരിച്ചിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. ആ ഭൂഖണ്ഡം കണ്ടുപിടിച്ച ഒരു സാഹചര്യമാണ് മേൽ വിവരിച്ചത്. നേരെ മറിച്ച് മറ്റ് നാവികരുടെ അഭിപ്രായമനുസരിച്ച് തിരിച്ചു പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഭൂഖണ്ഡം കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ല. അപ്പം എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? സങ്കീർണമായ ചുറ്റുപാടുകളിൽ തൻ്റെ സ്വന്തം നിലപാട് മാറ്റാതെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളെ സമർത്ഥമായി കൈകാര്യം ചെയ്തതിനാൽ കൊളംബസ് വിജയം കണ്ടു. അപ്പോൾ പ്രശ്നങ്ങളെ നേരിടാൻ ബുദ്ധിപൂർവം ശ്രമിക്കാതെ ആ സ്ഥിതിവിശേഷത്തെ തകർത്ത് മുന്നോട്ട് നീങ്ങുന്നതിൽ കാര്യമില്ല എന്ന പരമാർത്ഥം കൊളംബസിൻ്റെ പ്രവർത്തന ശൈലി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ കൊളംബസിനുണ്ടായ ആ ലക്ഷ്യബോധം, ആ ലക്ഷ്യം കാണുന്നത് വരെ അതിൽ നിന്ന് പിന്മാറാത്ത മാനസികാവസ്ഥ, തന്നെ പുറകോട്ട് വലിക്കുന്ന ചിന്തകളെ തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന മാനസികാവസ്ഥയുള്ള ഒരു ലക്ഷ്യബോധം അദ്ദേഹത്തിനുണ്ടായതുകൊണ്ടാണ് ഈ മഹത്തായ വിജയം അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകണം. നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവുകയും ആ ലക്ഷ്യബോധത്തിനെതിരായി വരുന്ന പ്രതിബന്ധങ്ങളെ മുഴുവൻ തകർത്ത് എറിയാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ
ലക്ഷ്യം നമ്മെ തേടി വരും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. വിജയം നമുക്ക് സുനിശ്ചിതമായി തീരും എന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ കഥയിൽ നിന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പോൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഗുണപാഠം ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.